Bible Crown 2020. The Lena Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് മാത്യു തരകൻ, ലൈല മാത്യു ആൻഡ് എലിജ മാത്യു തരകൻ, കുവൈറ്റ്. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, ഒരു പുതിയ എപ്പിസോഡിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കണമേ. ലോകത്തിലെ അനേകായിരങ്ങൾക്ക് അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാനും അതിലൂടെ അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാനും തക്കവണ്ണം ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരുന്നു പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെ കൊണ്ട് ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ. അവിടുത്തെ നാമം മാത്രം സർവ്വത്തിലും മഹത്വപ്പെടാൻ ഇടയാക്കണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കും. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടും ബൈബിൾ ക്രൗൺ 2020 വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം കർമ്മേൽ സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ്. കർമ്മേൽ സ്റ്റേജിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്കോർ കീപ്പേഴ്സായ മിസസ് രാജീവ് വർഗീസിനെയും മിസസ് ബ്ലസ്സി റോബിനെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഈ എപ്പിസോഡിൽ മത്സരിക്കുവാൻ എത്തിയിരിക്കുന്നത് അക്സാറ്റി രാജു, വിപിൻ രാജ് ആൻഡ് ജിൻസി ജേവി. നിങ്ങളെയും കർത്തൃനാമത്തിൽ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു. മുൻ എപ്പിസോഡുകൾ അല്ലെങ്കിൽ മുൻ സ്റ്റേജുകൾ പരിശോധിക്കുമ്പോൾ ഈ സ്റ്റേജിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ റൗണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസ്തവ ചരിത്രത്തിൻ്റേതായിട്ടുള്ള റൗണ്ട്. അതോടൊപ്പം യുവതയുടെ ശബ്ദം, വോയിസ് ഓഫ് യൂത്ത് എന്ന് പറയുന്ന ഒരു പുതിയ റൗണ്ട്. എല്ലാ മത്സരാർത്ഥികൾക്കും 5 മിനിറ്റ് വീതം പ്രസംഗിക്കുവാൻ നൽകുന്ന ഒരു വേദിയാണ്. കൂടാതെ പഴയ റൗണ്ട്സായ ബൈബിൾ ഫോക്കസ് റൗണ്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ 1 വേർഡ് ആൻസർ റൗണ്ട് ഉണ്ട്. അതൊരു ബസർ റൗണ്ടാണ്. അപ്പോൾ അതെല്ലാം അതുപോലെ തന്നെയുണ്ട്. പക്ഷേ പുതിയതായിട്ട് ഉള്ളത് ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട്. ക്രിസ്തീയ ചരിത്രത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ, പൊതുവായിട്ടുള്ളത്, അധികം ഡീപ്പായിട്ടുള്ളതല്ല. അത് കഴിഞ്ഞ ശേഷമാണ് യുവതയുടെ ശബ്ദം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായ പ്രകടനം. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നു. ഇതാണ് വിഷയം. അതിനെക്കുറിച്ച് 4 മിനിറ്റ് പ്രസംഗിക്കാനുള്ള സാവകാശമുണ്ട്. 3 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാണിംഗ് ബിൽ ലഭിക്കും. പിന്നീട് 1 മിനിറ്റ് കൂടെ പ്രസംഗിക്കാനുള്ള സാവകാശമുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 മിനിറ്റെങ്കിലും പ്രസംഗിക്കണം. അത്രയും പ്രസംഗിക്കുന്നില്ലെങ്കിൽ മാർക്കിൻ്റെ പരിഗണന വളരെ കുറഞ്ഞു പോകും. 4 മിനിറ്റ് കഴിഞ്ഞ് പ്രസംഗിക്കരുത്, അത് അധിക പ്രസംഗമാവും. അപ്പോൾ പിന്നെ മാർക്ക് കുറയും. അതുകൊണ്ട് 3-നും 4-നും ഇടയ്ക്ക് നിർത്തണം. മനസ്സിലായോ? പഴയ സ്റ്റേജസ് പോലെയുള്ള മാർക്കിൻ്റേതായിട്ടുള്ള നിബന്ധനകൾ തുടരുന്നതാണ്. ശരിയായ
ഉത്തരത്തിന് ആ ചോദ്യത്തിൻ്റെ മുഴുവൻ മാർക്ക് ലഭിക്കും. തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾക്ക് -1 മാർക്ക്, ക്ലൂവിന് -1 മാർക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ബസർ റൗണ്ട്, അതിലും പഴയ പോലെ തന്നെ ആദ്യമേ ബസർ പ്രവർത്തിപ്പിക്കുന്നവർക്കായിരിക്കും ഉത്തരങ്ങൾ പറയുവാൻ അവസരങ്ങൾ ലഭിക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ എങ്ങനെയുണ്ട് അക്സാറ്റി രാജുവിൻ്റെ പ്രിപ്പറേഷൻ? കുറച്ചുകൂടി നന്നായിട്ട് ബൈബിൾ വായിക്കാൻ കഴിയും. യെസ്. ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻ ഹിസ്റ്ററി വല്ലതും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്, കുറച്ച് ബുക്സ് റെഫർ ചെയ്ത് വായിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. യു ആർ പ്രിപ്പയർഡ്? യെസ് മിസ്റ്റർ വിപിൻ രാജ്, താങ്കൾ എന്ത് പറയുന്നു? ബൈബിൾ കുറച്ചുകൂടി വായിച്ചിട്ടുണ്ട്. ക്രൈസ്തവ ചരിത്രം വല്ലതും വായിച്ചു? ക്രൈസ്തവ ചരിത്രം നോക്കിയിട്ടുണ്ട്. സോ യു പ്രിപ്പയർഡ്? ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ. യെസ് ജിൻസി? കുറച്ചും കൂടെ കഴിഞ്ഞ റൗണ്ടിനേക്കാളും പ്രിപ്പയർ ആയി. മാർക്കുകളൊക്കെ കണക്ക് കൂട്ടാൻ കുറച്ചുകൂടെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറൈറ്റ്. ക്രൈസ്തവ ചരിത്രം, പ്രസംഗം, അല്ലേ? നിങ്ങളൊക്കെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളവർ വല്ലവരും ഉണ്ട് ഇതിനകത്ത്? നേരത്തെ സാധാരണഗതിയിൽ സ്കൂളിൽ, സഭകളിൽ ഉള്ള പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ചർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രസംഗം എല്ലായിടത്തും ഒരുപോലെയാണ്. ചർച്ചിലായാലും സ്കൂളിലായാലും പുറത്തായാലും പ്രസംഗം ഒരു കലയാണ്. അപ്പോൾ അതെവിടെയായാലും പ്രസംഗത്തിന് മാറ്റമില്ല, അല്ലേ? 10 രൂപ നോട്ട് കൊണ്ടുപോയാൽ അത് കടയിൽ കൊടുത്താലും ചിലവാക്കാൻ പറ്റും, പാലും വാങ്ങിക്കാനും ചിലവാക്കും. പക്ഷേ നോട്ട് കയ്യിൽ വേണമെന്ന് മാത്രം. യെസ് വിപിൻ, എങ്ങനെയാണ്? പ്രസംഗിക്കാറുണ്ടോ? പ്രസംഗിക്കാറുണ്ട്. പ്രസംഗം കേൾക്കാറുണ്ട്. വെരി ഗുഡ്. ആൻഡ് വാട്ട് അബൌട്ട് ജിൻസി? ചർച്ചിലും കോളേജിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ചർച്ചിൽ, കോളേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്. SCM സംഘടന, അവിടെ കോളേജിൽ SCM സംഘടന, സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്. റൈറ്റ്. അത് നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരുവറ്റം നല്ല പ്രാസംഗികരാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. റൈറ്റ്. സ്കൂളിലും കോളേജിലും കുടുംബത്തിലൊക്കെ നല്ലതുപോലെ പ്രസംഗിച്ച് പഴക്കവും തഴക്കവുമുള്ള മത്സരാർത്ഥികളാണ് എൻ്റെ മുന്നിലുള്ളത്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാൻ പ്രസംഗകരെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. റൈറ്റ്. സോ വിതൗട്ട് ഇൻട്രഡക്ഷൻ ഷാൽ വി ഗോ? സ്റ്റാർട്ട് ചെയ്യാം. സ്കോർ കീപ്പേഴ്സ്, ആർ യു സ്ലീപ്പിംഗ്? യു ആർ വൈഡ് awake. Good. Camera ready. Here we go for the first round. Bible focus round. ആദ്യത്തെ റൗണ്ട് ബൈബിൾ ഫോക്കസ് റൗണ്ടാണ്. ആർക്കാണ് ആദ്യത്തെ ചോദ്യം വേണ്ടത്? ജിൻസി ജേവിയാണോ അക്സാറ്റി രാജുനാണോ? എന്തോ എന്തോ ഒരു നല്ല സ്നേഹമാണ്. ജിൻസിയുടെ പേരങ്ങ് പറഞ്ഞു, അല്ലേ? അത് വളരെ ക്രിസ്തീയ മാർഗമാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ, അല്ലേ? അതൊരു വളരെ നല്ല ഒരു പ്രവണതയാണ്. അങ്ങനെ സ്വന്തമായിട്ട് രക്ഷപ്പെടുക, ചോദ്യങ്ങൾ കേട്ട് അവസാനം മാർക്ക് വാങ്ങിക്കുക, ഒക്കെ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നത്. ജിൻസിക്ക് അതിന് പ്രതിഷേധമുണ്ടോ? നിയമപരമായിട്ട് മാർക്കൊന്നും കുറയില്ല. ഓൾറൈറ്റ്. ഓക്കെ, ഹിയർ വി ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ബൈബിൾ ഫോക്കസ് റൗണ്ട്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ എത്ര വൃക്ഷങ്ങളുണ്ടായിരുന്നു? 2 വൃക്ഷങ്ങൾ. 2 വൃക്ഷങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. 2 വൃക്ഷങ്ങൾ. 5 മാർക്സ് ഫോർ ജിൻസി ജേവി. അടുത്ത അക്സാണ്. അവയുടെ പേരുകൾ എന്താണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 5 മാർക്സ് ഫോർ അക്സ രാജു. അടുത്ത ചോദ്യം വിപിൻ രാജിൻ്റെതാണ്. ശലോമോൻ രാജാവാണ് ഫറവോന്റെ മകളെ വിവാഹം കഴിച്ചു. തന്നിമിത്തമുണ്ടായ വിപത്ത് എന്താണ്? അന്യദേവന്മാരെ സേവിക്കുന്നതിലേക്ക് ശലോമോൻ ഇടയായി. ദൈവത്തെ മറന്നു. അവരുടെ സ്വാധീനം കൊണ്ട് മിസ്രൈമ ദൈവങ്ങളെ ആരാധിക്കുവാൻ, അവർക്ക് ദേവാലയങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ ശലോമോന് ഇടയായി. ദ ആൻസർ ഇസ് റൈറ്റ്. 4 മാർക്സ്. അടുത്ത ചോദ്യം ജിൻസിയോടാണ്. ഷിനാർ മരുഭൂമിയിൽ വെച്ച് പണിതുകൊണ്ടിരുന്ന ഗോപുരത്തിന് ബാബേൽ ഗോപുരമെന്ന് വിളിക്കുവാൻ കാരണമെന്ത്? ദൈവം അവിടെ വെച്ച് ഭാഷ കലക്കി, അപ്പോൾ വിവിധ ഭാഷകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബാബേൽ എന്ന് വിളിക്കാൻ കാരണം. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 5 മാർക്സ് ഫോർ ജിൻസി. അക്സൽ.
തനിക്ക് ഒരു മകൻ ജനിക്കുമെന്ന് ദൂതൻ സാറായോട് പറഞ്ഞപ്പോൾ അവളുടെ പ്രതികരണം എന്തായിരുന്നു? സാറ ചിരിച്ചു. കറക്റ്റ്, സാറ ചിരിച്ചു. 5 marks ഫോർ അക്സർ. വിപിൻ റെഡി? നയമാനെ സൗഖ്യമാക്കിയ പ്രവാചകൻ ആരായിരുന്നു? എലീശ. റൈറ്റ് ആൻസർ. 5 marks ഫോർ വിപിൻ രാജ്. അങ്ങനെ നമ്മുടെ ബൈബിൾ ഫോക്കസ് റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. Will you please give me the scorecard? Aksar Raju gets 10 marks. Aksar Raju gets 10 marks. Vipin Raj 5. Vipin Raj gets 5 marks. Jinsi 14. Jinsi gets 14 marks. ശരിയാണോ? Right. Bible Crown 2020. ഏതാണ്ട് 3.5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അത്യുന്നതനായ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച നിമിഷം മുതൽ ബലഹീനായ ഞാൻ നയിക്കുന്ന സൗഖ്യദായക ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. വേദനകളെ ഉടനടി സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾ എൻ്റെ അനുഭവമായതുകൊണ്ട് വേദനകളെ ഞാൻ ഗൗരവമായി കണ്ടിരുന്നില്ല. ഏതാണ്ട് 50 ദിനരാത്രങ്ങൾ അതിവേദനയിലൂടെയുള്ള എൻ്റെ പ്രയാണം വേദനയെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങൾ പൊളിച്ചെഴുതി. നാട്ടിൽ വെച്ച് ആരംഭിച്ച വേദനയുമായി ഞാൻ ന്യൂയോർക്കിലെത്തി. എൻ്റെ യാത്രയുടെ പ്രഥമമായ ലക്ഷ്യം ലക്ഷോപലക്ഷങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ബൈബിൾ പരിഭാഷ പൂർത്തീകരിക്കുക എന്നതായിരുന്നു. എന്നാൽ ഒരു വാക്യം പോലും പരിഭാഷപ്പെടുത്താൻ കഴിയാതെ എൻ്റെ വേദന അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള ആത്മീയ സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ പ്രതിയോഗി എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ആരംഭിച്ച ബൈബിൾ പരിഭാഷ ഉപേക്ഷിക്കാമെങ്കിൽ വേദനയ്ക്ക് വിടുതൽ തരാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. എന്തെന്നാൽ വചനം അവനെ വെട്ടുന്ന വാളാണ്. ഈ പരിഭാഷ അനേകായിരങ്ങളെ അവനിൽ നിന്നും അകറ്റും, രക്ഷിക്കും. ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുള്ള 11 പരിഭാഷകളിൽ എന്നെ ജയോത്സവമായി നടത്തിയ ദൈവം നിന്നെ തകർത്ത് എനിക്ക് വിജയം നൽകുമെന്ന് ഞാൻ പ്രതിയോഗിക്ക് മറുപടി നൽകി. എൻ്റെ അതിവേദന മരണവേദനയായി മാറിക്കൊണ്ടിരുന്നു. എൻ്റെ കിടക്കയിൽ രാപ്പകൽ ഞാൻ ദൈവത്തോട് അക്ഷരാർത്ഥത്തിൽ തന്നെ നിലവിളിച്ചുകൊണ്ടിരുന്നു. രോഗത്തെക്കുറിച്ച് യാതൊന്നും കണ്ടുപിടിക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഉടനടി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. കേരളത്തിലെ പൗരാണികവും അതിപ്രശസ്തവുമായ ആയുർവേദ ആശുപത്രിയിലെത്തി. എൻ്റെ ആത്മീയ യാത്രയുടെ അർദ്ധരാത്രികളിൽ 2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് എന്നെ മാറോടണച്ച് രക്ഷിച്ച എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യത്തിനും സാമീപ്യത്തിനുമായി ആ ആശുപത്രിയുടെ ഉൾമുറിയിൽ കിടന്ന് ഞാൻ നിലവിളിച്ചു. 4-ാം രാത്രിയുടെ 4-ാം യാമത്തിൽ എൻ്റെ യേശു എൻ്റെ അടുത്ത് വന്നു. ആ മുറിഞ്ഞകരം എൻ്റെ വേദനയുള്ള ഭാഗത്ത് സ്പർശിച്ചു. 50 ദിനരാത്രങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന മരണവേദനയിൽ നിന്ന് യേശു എന്നെ രക്ഷിച്ചു, എന്നെ സൗഖ്യമാക്കി. 50 ദിനരാത്രങ്ങൾ മരണവേദനയിൽ കൂടി കടന്നുപോയ എന്നെ സൗഖ്യമാക്കിയ യേശുവിൻ്റെ കരുണയും കരുതലും സ്നേഹവും വർണ്ണിക്കുവാൻ ഒരു ഗാനത്തിലൂടെ കഴിയുകയില്ലായിരുന്നു. എന്നെ തകർത്ത് ദൈവവചനത്തെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച പ്രതിയോഗിയെ തകർത്ത് ജയം നൽകിയതും ഒരു ഗാനത്തിലൂടെ വർണ്ണിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ആത്മീയ അനുഭവങ്ങളുടെ കയ്യൊപ്പോട് കൂടിയ ഈ ഗാനസമാഹാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. സൗഖ്യദായകൻ ജീവനായകൻ യേശുനായകൻ എൻ രക്ഷനായകൻ. സൗഖ്യദായകൻ ജീവനായകൻ യേശുനായകൻ എൻ രക്ഷനായകൻ. രാപ്പകൽ എന്നെ നടത്തിടുന്നവൻ ഇമ്മാനുവേലൻ പരമനായകൻ. രാപ്പകൽ എന്നെ നടത്തിടുന്നവൻ ഇമ്മാനുവേലൻ പരമനായകൻ. പകലിലെൻ ഏറിയ വേദനയിൽ രാവിലെൻ യാതനയിൻ യാമങ്ങളിൽ. പകലിലെൻ ഏറിയ വേദനയിൽ രാവിലെൻ യാതനയിൻ യാമങ്ങളിൽ. യേശുവോട് യാചിച്ചു നിലവിളിച്ചു ഞാൻ. ചാരെ വന്നേശു എന്നെ ആശ്വസിപ്പിച്ചു. യേശുവോട് യാചിച്ചു നിലവിളിച്ചു ഞാൻ. ചാരെ വന്നേശു എന്നെ ആശ്വസിപ്പിച്ചു. അതിവേദനയോട് തീച്ചൂടെ തന്നെ മാറോടണച്ച് സൗഖ്യമാക്കിയ യേശുവിന്റെ സ്നേഹാർദ്രമായ സ്പർശനം വർണ്ണിക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ ഹൃദയസ്പർശിയായ അനുഭവഗീതങ്ങൾ. യേശുനായകൻ എൻ രക്ഷനായകൻ. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. യേശുവോട് യാചിച്ചു നിലവിളിച്ചു ഞാൻ. തന്നെ തകർക്കുവാനായി പ്രതിയോഗിയെ തകർത്ത യഹോവയാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യങ്ങളുടെ സ്തുതിഗീതങ്ങൾ. എൻ വേദനയിൽ
യേശു സൗഖ്യദായകൻ. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ കയ്യൊപ്പോടുകൂടി സിഗ്നേച്ചർ എഡിഷൻ CD. നായകൻ എൻ രക്ഷനായകൻ. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. കൂടുതൽ വിവരങ്ങൾക്ക് ബ്രൈറ്റ് വേർഡ് സെന്റർ, പെരിങ്കൂർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9287-287-222, 9495-828-444. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287-287-223. Bible Count 2020. So here we go for the next round. One word answer round. One word answer round. ഇതൊരു ബസർ റൗണ്ടാണ്. ഉത്തരം അറിയാമെങ്കിൽ ഉടൻ തന്നെ ബസറിൽ അമർത്തണം. ആദ്യമേ ബസറിൽ അമർത്തുന്നവർക്ക് ഉത്തരം നൽകുവാൻ തക്കവണ്ണമുള്ള അവസരം ലഭിക്കും. Alright, it's clear. Shall we go to the first question? Right. ജലപ്രളയം കഴിഞ്ഞ് നോഹയുടെ പെട്ടകം വന്ന് ഉറച്ച പർവ്വതം. യെസ് അക്സ. അരാരാത് പർവ്വതം. ശരിയായ മറുപടിയാണ് അൻഷുമാർ. ജിൻസിക്ക് അറിയാമായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ പ്രസ്സിങ് ഇച്ചിരി താമസിച്ചു പോയി. റൈറ്റ്. ആദ്യമേ മുമ്പേ ഒരു റൗണ്ടിൽ വന്നപ്പോൾ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പകുതിയാകുന്നതിന് മുൻപ് തന്നെ ബസ് അമർത്തി. സോ ഷീ ഗോട്ട് ബെസ്റ്റ് മാർക്സ്. ഓക്കെ, ബി റെഡി ഫോർ ദാറ്റ്. കേട്ടോ വിപിൻ? റൈറ്റ്. നയമാൻ്റെ കുഷ്ഠരോഗം സൗഖ്യമാകുവാൻ ഏത് നദിയിൽ കുളിക്കുവാനാണ് ഏലീശ പറഞ്ഞത്? യോർദാനിൽ. യോർദാൻ നദി. റൈറ്റ്. 5 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാവീദിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേര്? അക്സ. സിയോൻ. -1 മാർക്ക്. യെസ് ജിൻസി. സിയോൻ കോട്ട. -1 മാർക്ക്. യെസ് വിപിൻ രാജ്. ഇസ്രായേൽ. ഇസ്രായേൽ. ഉറച്ചു പറയൂ. ഇസ്രായേൽ. 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 1 ബിഗ് മൈനസ് മാർക്ക്. ബേത്ലഹേം ആണോ? അറിഞ്ഞൂടെ? അറിയായിരുന്നു. പിന്നെന്താ പറഞ്ഞു? ജിൻസിക്ക് അറിയാമായിരുന്നല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി? യേശുവിൻ്റെ അനുയായികൾക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിച്ച സ്ഥലം? യെസ്. അന്ത്യോക്യ. അന്ത്യോക്യ. റൈറ്റ് ആൻസർ. 5 മാർക്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും യെരുശലേം ദേവാലയത്തിൽ പാർത്തിരുന്ന വൃദ്ധയായ സ്ത്രീ? യെസ് ജിൻസി. ഹന്ന. ഹന്ന. എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? 84. Right answer. 5 marks for Jinsi. Right? All right, that we come to the end of the one-word answer round. Will you please give me the scorecard, Mrs. Blessy? Aksa T. Raju gets 14 marks. Aksa T. Raju gets 14 marks. Vipin Raj gets -1. Vipin Raj gets -1. Induvati. All right. And Jinsi JV gets 4 marks. And Jinsi JV gets 4 marks. Right. Bible Count 2020. അന്നാമോ, എടി അന്നാമോ, കൺവെൻഷനിൽ നിന്ന് വാങ്ങിച്ച വിശുദ്ധ സത്യവേദ പുസ്തകം എവിടെയാ? എടി അന്നാമോ, അന്നാമേ. എന്നെ നയിച്ചായ ഇച്ചിരി നേരം സോയിയായിട്ടിരുന്ന് വചനം വായിക്കാൻ പോലും സമ്മതിക്കുകയില്ല. അപ്പോഴേക്കും കന്നാമോ കന്നാമോന്ന്. എന്നതാ? നീ പഴയ വേദപുസ്തകം വായിച്ചു. ഇതിക്ക് തന്നെ. എന്റെ ഇച്ഛായ, ഈ വിശുദ്ധ സത്യവേദ പുസ്തകത്തിലുള്ള സവിശേഷതകളൊന്നും പഴയ ബൈബിളിൽ ഇല്ലെന്നേ. ഞാൻ പറഞ്ഞപ്പോ നീ എന്തെല്ലാം തടസ്സങ്ങൾ പറഞ്ഞു? ഞാനേ ഇത് പ്രാർത്ഥിച്ച് തുറന്നു നോക്കിയപ്പോ കർത്താവ് കാണിച്ചെന്ന വചനം കണ്ട് ഞാൻ അങ്ങ് അതിശയിച്ചു പോയി. എന്തോ നടിയത്? ഭാര്യയെ സ്നേഹിക്കുക. ഇച്ഛയ, ദൈവം തന്നെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എടി, എനിക്കും ഇന്നലെ ഇതുപോലൊരു വചനം കർത്താവ് കാണിച്ചു തന്നു. എന്നാ ഇച്ഛയ അത്? നീ ഒന്ന് വായിച്ചു. കർത്താവിനെന്ന പോലെ ഭർത്താവിന് കീഴടങ്ങേണ്ട മാർഗം. ശരിയാ അച്ഛയ, ഇത് ഞാനത് വായിച്ചതാ. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. എനിക്കും ഒരുപാട് കുറവുകളുണ്ടെന്ന് വായിച്ചപ്പോ തോന്നി. സാരല്ലേ ചയ, നമുക്ക് ഇതനുസരിച്ച് ജീവിക്കാം. ആത്മീയ യാത്രയിൽ ദൈവകൃപയിൽ മുന്നേറുവാൻ സഹായിക്കുന്ന ആത്മീയ ദർശനം, വിജ്ഞാനവീതി, ഒറ്റനോട്ടത്തിൽ, താരതമ്യം തുടങ്ങിയ
25 സവിശേഷതകളുള്ള മലയാളത്തിലെ ഏക ബൈബിൾ, വിശുദ്ധ സത്യവേദ പുസ്തകം. കൂടുതൽ വിവരങ്ങൾക്ക് വേ ടുവേർഡ് സെന്റർ, പെരിങ്ങൂർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9287-287-222, 9495-828-444. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287-287-223. Bible Count 2020. അടുത്തതായിട്ട് ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട്. ക്രൈസ്തവ ചരിത്ര റൗണ്ടാണ്. ഓൾറൈറ്റ്, നിങ്ങളെല്ലാം വായിച്ച് തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. റൈറ്റ്, ഹിയർ വി ഗോ. ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട്. നാം ആരംഭിച്ചത് അക്സയുടെ വളരെയധികമുള്ള ദയാപൂർവ്വമായ പ്രവർത്തിയോട് ജിൻസിയിൽ നിന്നാണ്. അപ്പോൾ ഈ പ്രാവശ്യം ജിൻസി അതേ തന്നെ ബോളും പാസ് ചെയ്ത് അക്സയ്ക്ക് തന്നെ കൊടുക്കാം അല്ലേ? റൈറ്റ്, സോ അക്സ വിൽ ആൻസർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസ്ബിറ്റേറിയൻ സഭയുടെ സ്ഥാപകൻ ആരാണ്? ജോൺ വിക്ലിഫ്. ജോൺ വിക്ലിഫ്, -1 മാർക്ക്. യെസ് വിപിൻ രാജ്. പാസ്. പാസ്. യെസ് ജിൻസി. മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ, -1 മാർക്ക്. ജോൺ കാൽവിൻ. പകുതി പോലും തരാൻ പറ്റത്തില്ല. -1 മാർക്ക് ഫക്സ കൊടുത്തു. റൈറ്റ്, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗോസ് ടു വിപിൻ രാജ്. റൈറ്റ്, മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സമൂഹം കേട്ടോണം. മിഷണറി ഓഫ് ചാരിറ്റീസ് എന്ന സന്യാസ സമൂഹം മദർ തെരേസ സ്ഥാപിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന മൂലധനം. ഒരു ജോഡി വസ്ത്രം. കേൾക്കാമേ കുറച്ച് പറ. ഒരു ജോഡി വസ്ത്രം. ജോഡി വസ്ത്രം ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. വേറെ പ്രത്യേകിച്ച് മൂലധനം പ്രത്യേകിച്ചൊന്നും വേറെ കരുതിയിട്ടില്ല. റൈറ്റ്, മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമോ? അതിനെക്കുറിച്ച് അറിയാമോ? കേട്ടോ, ബട്ട് ദാറ്റ്സ് നോട്ട് ദ ആൻസർ. -1 മാർക്ക് ഫോർ വിപിൻ രാജ്. ജിൻസി. 5 രൂപ നോട്ടും 3 സാരിയും. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. സോ ജിൻസി അത്രയും പറഞ്ഞപ്പോൾ അത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. 3 സാരിയും ഒരു 5 രൂപ നോട്ടും. മിഷണറി ചാരിറ്റീസ് എന്ന് പറയുന്നത് 4000-ലധികം യൂണിറ്റ്സ് ഉള്ള 10,000-കണക്കിന് അവശ്യരെയും അശരണരെയും സഹായിക്കുന്ന ആ വലിയ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം 3 സാരിയിൽ നിന്നും ഒരു 5 രൂപ നോട്ടിൽ നിന്നും. എക്സാക്ട്ലി റൈറ്റ്. ഓക്കെ, 4 മാർക്സ് ഫോർ ജിൻസി ജേവി. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഫോർ ജിൻസി. അടുത്ത ചോദ്യം ജിൻസി ജേവിക്കാണ്. റൈറ്റ്, ഒരു ജർമ്മൻകാരൻ മലയാളത്തിൽ എഴുതി പ്രസിദ്ധമായതിനെ തുടർന്ന് 17-ലധികം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയ ഗാനം. സമയമാം രഥത്തിൽ. ഒന്ന് പാടുമോ? സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനാൽ ഞാൻ തനി പോകുന്നു. താങ്ക് യു. 4 മാർക്സ് ഫോർ അക്സ രാജു. അടുത്ത ചോദ്യം അക്സയോടാണ്. റൈറ്റ്, കർത്താവിനെ ക്രൂശിച്ച ക്രൂശ് കണ്ടെടുത്തത് ആരാണ്? കർത്താവിനെ ക്രൂശിച്ച ക്രൂശ് കണ്ടെടുത്തത് ആരാണ്? ഏറ്റവും ലളിതമായ ചോദ്യമാണ്. ഇത് കൂടുതൽ സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്. കുരിശിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. കുരിശ് ഉപയോഗിക്കുന്നില്ല. കുരിശിനെ കണ്ടെടുത്തത് ഹെലനി രാജ്ഞിയാണ്. കേട്ടിട്ടില്ലേ? ഹെലനി രാജ്ഞി കേട്ടിട്ടില്ല? കുരിശ് കണ്ടെടുത്തത് ഹെലനി രാജ്ഞിയാണ്. റൈറ്റ്, ഓക്കെ. സോ നോ മാർക്സ് ഫോർ എനിബഡി. അടുത്ത ചോദ്യം മിസ്റ്റർ വിപിൻ രാജിനോടാണ്. ക്രൈസ്തവ മതത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് ആരാണ്? ജിൻസി.
Aksa. കുസ്തന്തിനോസ് ചക്രവർത്തി. All right. Kustantinos Chakravarti. Aksa T. Raju gets 4 marks for that. 4 marks. അടുത്ത ചോദ്യം ജിൻസി ജേവി. യേശുക്രിസ്തുവിൻ്റെ കാലത്തെ യെരുശലേം ദേവാലയം എന്നാണ് നശിപ്പിക്കപ്പെട്ടത്? പാസ്. യെസ് അക്സ. പാസ്. AD 70 പരിപൂർണമായിട്ട് നശിപ്പിച്ചായിരുന്നു റോമൻ ചക്രവർത്തി. റൈറ്റ്. That brings us to the close of the Christian history round. Will you please give me the scorecard? Aksa Raju gets 7 marks. Aksa Raju gets 7 marks. Vipin Raj -1. Vipin Raj -1. Jinsi JV 3 marks. Jinsi JV 3 marks. Bible Count 2020. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ മദ്രാസ് UAE ഭദ്രാസനാധിപനായ മലങ്കരയുടെ മണിനാഥമെന്ന് സഭാവ്യത്യാസമില്ലാതെ ക്രൈസ്തവ സമൂഹം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അഭിവന്യ ഒസ്താത്യോസ് തിരുമനസ് മ്യൂസിയം ഓഫ് ദ വേർഡിനെ കുറിച്ച്. ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ അനുഗ്രഹീത സ്ഥാപനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതായ മ്യൂസിയവും അതിനോട് അനുബന്ധിതമായിരിക്കുന്ന സംവിധാനങ്ങളും എത്രയോ അനുഗ്രഹകരമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉദ്ഭവവും അതിൻ്റെ തുടർന്നുള്ള വളർച്ചയും സംബന്ധിച്ചുള്ള ചരിത്രം, ലോകത്തിലെ വിവിധ ഭാഷകളിൽ രചിച്ചിട്ടുള്ളതായ വേദപുസ്തകങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ, സഭകളുടെ വളർച്ചയും ഇന്നോളമുള്ള അതിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മ്യൂസിയത്തിൽ വളരെ ചിട്ടയായിട്ട് ക്രമീകരിച്ച് വർണ്ണിക്കുകയാണ്. ഭാവി തലമുറയ്ക്കും ഇന്നത്തെ വർത്തമാന കാലത്തായിരിക്കുന്നവർക്കും യേശുക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനുമായിട്ട് നിശ്ചയമായിട്ടും ഈ മ്യൂസിയം പ്രയോജനപ്പെടും. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങൾ, അതേപോലെ തന്നെ പഴയകാല അച്ചടി യന്ത്രങ്ങൾ ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ വിജ്ഞാനം പ്രദാനം ചെയ്യുന്നവയാണ്. ഇതിനുവേണ്ടി വളരെ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ച പ്രിയപ്പെട്ട ബ്രദർ മാത്യു വർഗീസിനെ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വലിയ താല്പര്യവും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിനോടുള്ളതായ ഭക്തിയും വിധേയത്വവും സമർപ്പണവുമൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളിലൂടെ കൂടുതൽ പ്രകടമാകുകയാണ്. ഈ സ്ഥാപനത്തിൽ വരുന്നവർക്ക് ഇത് എന്നും അനുഗ്രഹകരമായി തീരും, പ്രയോജനപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിലൂടെ അനേക നന്മകളുണ്ടാകട്ടെ. ഇത് സഭകൾ എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇത് അനുഗ്രഹത്തിനായി ഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും വിനയപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555. Bible Count 2020. Next is Voice of Youth Round. യുവതയുടെ ശബ്ദം വിഷയം നിങ്ങൾക്ക് നേരത്തെ തന്നിരുന്നു. അപ്പോൾ ഓരോ മത്സരാർത്ഥിക്കും
4 മിനിറ്റ് വീതം പ്രസംഗിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് വാണിംഗ് ബെല്ലുണ്ടാവും. ആ വാണിംഗ് ബെല്ല് കഴിഞ്ഞിട്ട് 1 മിനിറ്റിനകം പ്രസംഗം അവസാനിപ്പിക്കണം. ഓൾറൈറ്റ്? സോ shall we start? Aksa, ready? Alright, come. So here we have Voice of Youth round. The first contestant, Aksa T. Raju. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അക്രമരാഹിത്യങ്ങളും അനീതികളും പെരുകുന്ന, സ്നേഹത്തിനും വിശ്വാസത്തിനും വെറും വാക്കിൻ്റെ മാത്രം വിലയുള്ള ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാനവജാതിയുടെ പാപപരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച് നമ്മളെ എല്ലാം രക്ഷിച്ച നമ്മുടെ കർത്താവാണ് നമ്മുടെ യേശുക്രിസ്തു. അവൻ ഈ ലോകത്തിലേക്ക് വന്നു, ജനിച്ചു, മരിച്ചു, എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ അവന് തടഞ്ഞു വെക്കാനായില്ല. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഈ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവർ ആരാണ്? എബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കാണുന്നു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ഈ ലോകത്തിന്റെ ശക്തി വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ യേശുക്രിസ്തുവിനെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകുന്നു എന്ന് നാം കാണുന്നു. അതായത് ഈ വാക്യത്തിൽ നാം കാണുന്നു, പിന്മാറിപ്പോകുന്നവരാണ് യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവർ. ഇന്നത്തെ സമൂഹത്തിലേക്ക് നാം കണ്ണൊടിച്ച് നോക്കുകയാണെങ്കിൽ അനേകം അക്രമങ്ങളും അനീതികളും ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എപ്രകാരമുള്ളൊരു പിന്മാറ്റമാണ് ഈ വാക്യത്തിൽ പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്നുള്ളൊരു പിന്മാറ്റമാണ് നാം കാണുന്നത്. എന്തായിരുന്നു യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം? അവൻ താഴ്മയുടെ പ്രതീകമായിരുന്നു. സ്വർലോകത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇന്നത്തെ ആധുനിക കേരളത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അധികാര കസേരകൾക്ക് വേണ്ടിയും മല്ലിടുന്ന, എന്തും ചെയ്യാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു കാലമാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ നാം കാണുന്നത്. നമ്മുടെ പല ക്രൈസ്തവ സംഘടനകളിലും സഭകളിലും ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷന് വേണ്ടി ലക്ഷങ്ങളും കോടികളും വാരി ചിലവാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം. നമ്മുടെ 14 ലേഖനങ്ങൾ എഴുതിയ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ദൈവത്തിന് സകല മഹത്വവും കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ സ്വയമേ യേശു പറഞ്ഞ പഠിപ്പിക്കലുകളിൽ നിന്റെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത്, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ രഹസ്യത്തിൽ കൊടുക്കണം, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന് കാണുന്നു. പക്ഷെ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ എല്ലാം സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു യേശുവിൻ്റെ സ്വഭാവമാണ് മറ്റുള്ളവരെ കരുതുക എന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതും. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ നാം കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്നേഹം തണുത്തുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാത്തിനും നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ എന്തും ചെയ്യാൻ നാം മടിക്കാത്ത ഒരു ലോകത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ കൂടി നാം അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പള്ളികൾക്ക് വേണ്ടിയുള്ള പിടിവലികൾ, ഇതൊക്കെ എന്താണ് വിളിച്ചറിയിക്കുന്നത്? ഒരു കാലത്ത് പ്രാർത്ഥനാ കേന്ദ്രങ്ങളായിരുന്ന ക്രൈസ്തവ മഠങ്ങൾ ഇന്ന് പുറത്ത് പറയാൻ പോലും കഴിയാത്ത അനീതികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്ന മാതൃക നമ്മൾ പിൻപറ്റേണ്ടത് അത്യാവശ്യമാണ്. അല്ലാഞ്ഞാൽ നമ്മൾ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നവരാണ്. ഒരു ക്രിസ്ത്യാനി എന്നത് ക്രിസ്തുവിനെ പിൻപറ്റുന്ന ആളാണ്. അപ്രകാരം കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ പലപ്പോഴും ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കാതെ അവൻ്റെ പാതകളെ പിൻപറ്റി അവൻ കാണിച്ചു തന്ന മാതൃക പിന്തുടർന്ന് നമുക്ക് പോകാം എന്ന ആഹ്വാനത്തോടെ ഞാൻ ഈ ചെറിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. Thank you. Next is Vibin Raj. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്വിസ് മാസ്റ്റർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സാർ, സ്കോർ കീപ്പേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നോടുകൂടി മത്സരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. പ്രവചന നിവൃത്തിക്കായി 2019 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ ക്രിസ്തു യേശു കന്യകയിലൂടെ പുഴുത്തെഴുത്തിൽ ജാതനായി. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ തൻ്റെ
33.5 വർഷക്കാലം ജീവിച്ചു. 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ വേള ചെയ്തു. 33.5 വയസ്സിൽ 3 ആണിമേൽ നാം എല്ലാവരുടെയും പാപപരിഹാരത്തിനായി ക്രൂശിൽ മരിക്കപ്പെട്ടു, മരിച്ചു. നമുക്കെല്ലാവർക്കും വേണ്ടി ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റു. എന്നും ജീവിക്കുന്നവനായി നമുക്കേവർക്കും വേണ്ടി പിതാവായ ദൈവത്തിന് മധ്യസ്ഥത ചെയ്തുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നു. ഈ ക്രിസ്തുയേശുവിനെ നാം ഇപ്പോഴും നമ്മുടെ ക്രൈസ്തവ ഈ സമൂഹത്തിൽ ഇപ്പോഴും നാം ക്രൂശിക്കുന്നവരാകുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ ജീവിക്കുന്ന ക്രിസ്തുയേശുവിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. കേരള ക്രൈസ്തവ സമൂഹം പിന്നെയും ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പിന്നെയും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ട കർത്താവിലൂടെ ഇനി ജീവിക്കുന്നത് ഞാനാകുന്നു. അതുപോലെ ഇന്ന് ലോകത്തിൽ നോക്കിയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ ആഡംബരങ്ങൾ ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ വളരെയധികമായി നക്ഷത്രങ്ങൾ വളരെ ആഡംബരമായി കാണിച്ച് സഭകൾ പലവിധത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെയെല്ലാം നോക്കുമ്പോൾ ക്രിസ്തുയേശുവിൻ്റെ നാമം ഉയർത്തുകയാണോ അതോ ക്രിസ്തുയേശുവിനെ പിന്നെയും നാം ക്രൂശിക്കുകയാണോ ഇവിടെ ചെയ്യുന്നത്? ഇവിടെയെല്ലാം പൗലോസ് ചോദിക്കുന്നത് ഈ വാക്യങ്ങളിലൂടെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ നാം ഈ ദൈവത്തിൻ്റെ ഈ നാമം ഈ കേരള സമൂഹത്തിൽ, ഈ കേരള ക്രൈസ്തവ സമൂഹത്തിൽ ഇനി ഇതുപോലെ ക്രൂശിക്കപ്പെടുവാൻ ഇടയാക്കരുത്. അതുപോലെ തന്നെ അനാവശ്യമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പല വിധത്തിൽ ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ നാമം ഇതുപോലെ ക്രൂശിക്കപ്പെടുന്നുണ്ട്. അതിനെതിരായി നാം ഓരോരുത്തരും ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ഉയർത്തപ്പെടുന്നതിനായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയും എല്ലാം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ തിരുവചനത്തിൽ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അതിസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യെസ്, ദി നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്, അടുത്ത മത്സരാർത്ഥി ജിൻസി ജേവി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന ചിന്താവിഷയത്തെ അടിസ്ഥാനമാക്കി അല്പ കാര്യങ്ങൾ നിങ്ങളുമായി ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കലായിട്ട് മരിച്ചു എന്നുള്ള കാര്യം, ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നാം മരിക്കേണ്ടടുത്താണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കലായിട്ട് മരിച്ചത്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നാണ്. നമ്മുടെ കർത്താവ് പാപം അറിയാത്തവനായിരുന്നു, പക്ഷേ നാം ചെയ്ത പാപത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിലേറ്റു. അതിലൂടെ നാം വീണ്ടെടുപ്പിൻ്റെ രക്ഷയിലേക്ക് വന്നു. പക്ഷേ നാം ഇന്നും ഈ യേശുവിനെ ക്രൂശിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരായി മാറുന്നു. ഇവിടെ യേശുക്രിസ്തുവിനെ എപ്രകാരമാണ് വീണ്ടും ക്രൂശിക്കുന്നതെന്ന് വളരെ ശക്തമായി എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്. അതായത് തങ്ങൾ പിന്മാറിപ്പോകുകയാണെങ്കിൽ ഉള്ള അവസ്ഥയിൽ നിന്ന്, യേശുവിൽ നിന്ന് വീണ്ടെടുപ്പ് കിട്ടി ആ സ്വർഗീയമായ രക്ഷയിൽ നിന്ന് വീണ്ടും പിന്മാറിപ്പോയാൽ യേശുവിനെ നാം വീണ്ടും ക്രൂശിക്കുന്നു എന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ചിന്താവിഷയത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, കേരളത്തിലെ സമൂഹം എവിടെയായിരുന്നു, ഇന്ന് എവിടെയാണ്? നാം പഴയ കാലഘട്ടം കേരളത്തെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ധകാരത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, ഒപ്പം ദാരിദ്ര്യത്തിൻ്റെ വളരെയധികം വേദനയിലൂടെ കടന്നുപോയ ഒരു നാടാണ് കേരളം.
കേരളത്തിലേക്ക് കടന്നു വന്ന പല അപ്പോസ്തലന്മാരുടെയും രക്തം ഈ കേരള മണ്ണിൽ വീണതുകൊണ്ട് ഈ കേരളത്തിന് ഉണർവുണ്ടായി. യേശുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി അവർ ഉയർന്നു. ടെക്നോളജിക്കൽ പരമായും സയൻസ് പരമായും ഒക്കെ ഒരുപാട് വളരുവാൻ കേരളത്തിന് കഴിഞ്ഞത് ഈ മിഷണറിമാരുടെ ധീരമായ പ്രവർത്തനത്തിലൂടെയാണ്. യേശുവിൻ്റെ സ്നേഹം വീണപ്പോൾ അവർ സ്വയം നശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തതുകൊണ്ട് ഈ കേരളം വളരുവാൻ ഇടയായി. തോമസ് അപ്പോസ്റ്റലായാലും റിങ്കിൾ ടോവയായാലും ചാൾസ് മീഡായാലും എല്ലാവരും യേശുവിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് ഈ കേരളം വളർന്നു ഉയർന്നു. പക്ഷേ ഇന്ന് കേരളത്തിന് എന്താണ് സംഭവിച്ചത്? വളരെയധികം പീഡനത്തിൻ്റെ വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കേരളമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? കേരളത്തെക്കുറിച്ച് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. പക്ഷേ ആ ഗോഡ്സ് ഓൺ കൺട്രിയെ വിവേകാനന്ദ വിളിക്കുന്നത് ഭ്രാന്താലയം എന്നാണ്. ഈ രണ്ട് ചേരുവകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം വൈരുദ്ധ്യമാണ് ഇവിടെ കേരളത്തിന് സംഭവിച്ചതെന്ന്. പരസ്പരം കൈതാങ്ങുവാൻ കഴിയാതെ പരസ്പരം തമ്മിലടിക്കുന്ന സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ഒരു കേരളമായി മാറിപ്പോയില്ലേ എന്ന് നാം ചിന്തിക്കണം. ഇതിലൂടെ എല്ലാം നാം ക്രിസ്തുവിനെ ക്രൂശിക്കുന്നില്ലേ എന്നും കൂടെ ചിന്തിക്കണം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് എവിടെയൊക്കെ ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു. അതിലൊന്നാമതായി സമൂഹത്തിൽ ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു. സമൂഹത്തിൽ നമുക്കറിയാം ക്രൈസ്തവരുടെ പലവിധമായ സഭാവിഭാഗങ്ങളുണ്ട്. ആ സഭാവിഭാഗങ്ങൾക്ക് പരസ്പരം ഐക്യതയോടെ പ്രവർത്തിക്കാൻ കഴിയാത്തപ്പോൾ സമൂഹത്തിൽ ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു. രണ്ടാമതായിട്ട് സഭയിൽ ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നു. അധികാരത്തിനും സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോരടിക്കുമ്പോൾ അവിടെ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെടുകയാണ്. അതായത് യേശു പറയുന്നത് ഞാൻ ശുശ്രൂഷ ചെയ്യുവാനാണ് വന്നത്, ശുശ്രൂഷ ചെയ്യുവാനാണ് ഞാൻ വന്നത്. പക്ഷെ ആ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കാതെ പലപ്പോഴും സ്ഥാനമാനങ്ങൾ കാംക്ഷിക്കുമ്പോൾ അവിടെയും ക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടും ക്രൂശിക്കപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്: പൗലോസ് നട്ടു, അപ്പൊല്ലോസ് വളർത്തി, ദൈവം അത്രേ വളരുമാറാക്കിയെന്ന്. ആ വളരുമാറാക്കിയ ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുക്കാതെ പ്രവർത്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും ക്രിസ്തു ക്രൂശിക്കപ്പെടുകയാണ്. സ്കേവ മഹാപുരോഹിതന്റെ 7 പുത്രന്മാരെ ഒരു ദുരാത്മാവിനെ ശാസിക്കുമ്പോൾ ആ ദുരാത്മാവ് പറയുന്നത് എനിക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, പക്ഷെ നിങ്ങൾ ആരാണ്? ഇന്ന് പലപ്പോഴും മേധാവികൾക്കും ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നത് വളരെ വേദനാജനകമായ അവസ്ഥയാണ്. അതുപോലെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാലും പരസ്പരം. വോയിസ് ഓഫ് യൂത്ത് റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ 3 പേരുടെയും പ്രസംഗങ്ങൾ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം അക്സയും ജിൻസിയും മുൻപുള്ള റൗണ്ടുകളിലും മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. പ്രകാശനം ലഭിച്ച ശേഷം, അവിടെ വാക്യം അതാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടായ ശേഷം പോവുകയാണെങ്കിലുള്ള അനുഭവമാണ്. ഇന്ന് കേരളത്തിൽ ജനിക്കുന്ന ക്രിസ്ത്യാനെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമുള്ളവരാണ്. യു ആർ ടോക്കിംഗ് അബൌട്ട് എ പർട്ടിക്കുലർ സെക്ട് ഓഫ് പീപ്പിൾ. അത് ശരിയാണ്, 100% ശരിയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. നമ്മളിവിടെ ദൈവമക്കളെക്കുറിച്ചല്ല പറയാണോ. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എല്ലാവരും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നുവെന്ന് പറയാൻ കഴിയുമോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം ലഭിച്ച ശേഷം പിന്മാറിപ്പോവുകയാണെങ്കിൽ ശരിയാണ്. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണോ തിയോറിറ്റിക്കലായിട്ടും? അവിടെയാണ് ഒന്നാമത്തെ ചോദ്യം. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? നിങ്ങൾ പറയുന്നത് രക്ഷിക്കപ്പെട്ട നിങ്ങൾ ആ ഒരു സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. രക്ഷയുടെ അനുഭവം ഉണ്ടായിട്ടുള്ള പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഒരാൾ വീണു പോയാലുള്ള കാര്യം. പക്ഷേ വിഷയം അതിനേക്കാൾ കുറച്ചുകൂടി വിശാലമാണ്. ക്രൈസ്തവ സമൂഹം ആകമാനുള്ള കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? ഇവർക്ക് എന്നതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് അരിമാവാണോ പുളിമാവാണോ എന്ന് അറിയാൻ വയ്യാത്തൊരു സമൂഹമാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തുള്ള. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വിഭാഗമാണ്. അപ്പോൾ പ്രകാശനം ലഭിച്ചാൽ വീണാൽ തീർച്ചയായിട്ടും നാം പറയുന്നത് ശരിയാണ്. പക്ഷേ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ആരെങ്കിലും പരിശുദ്ധാത്മാവെന്ന് പറയാറുണ്ടോ? എല്ലാ സഭകളും എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നവർ പിന്മാറിപ്പോയിട്ടല്ല, അവർക്ക് പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ടാണല്ലോ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്.
ഞാൻ പറഞ്ഞോട് യോജിക്കുന്നുണ്ടോ? സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട് അക്സ രാജു കുറച്ച് പ്രസംഗ കലയുണ്ട്, പ്രസംഗത്തിൻ്റെ പാഠവുമുണ്ട്. വിഷയങ്ങൾ കുറച്ചുകൂടെ വിശാലമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിലുള്ളവർ വീണു പോയാലുള്ള കാര്യമാണ്. വാസ്തവത്തിൽ എവിടെയൊക്കെയാണ് ഈ പുഴുക്കു തേറ്റിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത് എവിടെയൊക്കെയാണ്? കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആരായിട്ട് വിളിക്കപ്പെടും? എൻ്റെ ശിഷ്യന്മാരായിട്ട് വിളിക്കപ്പെടും. ഇന്ന് യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാരായിട്ട് വിളിക്കപ്പെടുന്ന ആ സ്നേഹമില്ല. സ്വന്തം സ്നേഹത്തിന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അതിലും വലിയ സ്നേഹമില്ല. അത് വലിയ സ്നേഹമില്ല. ഇപ്പോൾ നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു. സ്വന്തം സ്നേഹിതൻ്റെ ജീവൻ എടുക്കുന്നതിനേക്കാൾ വലിയ കാര്യമില്ല. അതല്ലേ കാണുന്നതെന്ന്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുകയാണ്. അപ്പോൾ അപ്രകാരം ഒരു വിമർശനത്തിന് ഞാൻ മുതിരുന്നില്ല എങ്കിലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ കാണുന്നതാണ്. സ്നേഹത്തിൻ്റെ പ്രകടനം ഒരിടത്തുമില്ല. ഭാഷയില്ല, ഭാഷ്യമില്ല, പ്രവൃത്തിയുമില്ല. വെല്ലുവിളികളും ഇല്ലേ, അതുപോലെയുള്ള എല്ലാവിധ ഭിന്നതകളും വിട്ടുവീഴ്ചയില്ലാത്ത അവസ്ഥകളും ഒക്കെയാണ് ക്രൈസ്തവ സമൂഹത്തിലുള്ളത്. ആണോ? അതൊരു പ്രത്യേക സഭയുടെ അല്ല. തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പറഞ്ഞു, അക്സയോട് പറഞ്ഞു ഇല്ലേ? പരിശുദ്ധാത്മാവിന് ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ യാതൊരു രീതിയിലുള്ള സ്ഥാനവുമില്ല. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന സഭകൾ പോലും ഓരോരോ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത് അല്ലേ? പല രീതികളിലാണ് കൈക്കൂലി പോകുന്നത് വോട്ട് കിട്ടാനായിട്ട്. വണ്ടിക്കൂലി എന്ന് പറഞ്ഞു കൊടുക്കും, വഴിക്കൂലി എന്ന് പറഞ്ഞു കൊടുക്കും, ചിലവെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ പോകുന്നതിൽ എന്തിനാ? വോട്ട് കിട്ടാൻ വേണ്ടി. പരിശുദ്ധാത്മാവിൽ ആരംഭിച്ച് പരിശുദ്ധം നയിക്കപ്പെടുന്ന സഭകളിൽ രാഷ്ട്രീയ പ്രചരണങ്ങളെക്കാൾ കുപ്രസിദ്ധമാണ് ഇന്നത്തെ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം. ആദിമസഭയിൽ പരിശുദ്ധാത്മാവിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അക്സ അതിനെക്കുറിച്ച് പറഞ്ഞു, പക്ഷെ പൂർണ്ണമായി പൊളിച്ചെഴുതി പറഞ്ഞില്ല. അതൊരു ചെറിയ മെഴുക്കുവരട്ടി പരുവത്തിൽ അല്ലേ? എനിവേ, വെരി ഗുഡ്. സോ യു ആർ ഗെറ്റിംഗ് 7 marks, റൈറ്റ്? രണ്ടാമതായിട്ട് വിപിനാണ്. ആരംഭം വളരെ നല്ലതായിരുന്നു. എല്ലാവരും ആ സദസ്യരെയും പ്രേക്ഷകരെയും ലോകമെമ്പാടുള്ളവരെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ടൊക്കെ ആരംഭിച്ചു. പക്ഷേങ്കിൽ യഥാർത്ഥമായിട്ട് നാം പറയുമ്പോൾ, നമ്മളിപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ വീണ്ടും എങ്ങനെ ക്രൂശിക്കുന്നു എന്നാണ് നാം പറയേണ്ടത്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ വരച്ച് കാട്ടിയിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് നമ്മൾ യേശുവിനെ ക്രൂശിക്കുന്നത്? നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്. നമ്മുടെ പ്രവൃത്തി എന്താണ്? അവിടെയാണ് ചോദ്യം. അപ്പോൾ ആ നാം ക്രൂശിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവ സഭ ക്രൂശിക്കുന്നു എന്ന് പറയുമ്പോൾ അക്കമിട്ട് 1, 2, 3, 4 എന്ന് പറയണം. അത് പറഞ്ഞില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ ആദ്യത്തെ ഒരു 1.5 മിനിറ്റൊക്കെ പ്രസംഗിച്ചു. നമ്മൾ ജനിച്ചു, യേശു ക്രൂശിക്കപ്പെട്ടു, വീണ്ടെടുക്കാൻ പോയി. വിഷയം അതല്ല. ക്രൂശിക്കപ്പെടുന്ന യേശുവിനെ കുറിച്ചും എങ്ങനെ ക്രൂശിക്കപ്പെടുന്നോ ആ വിഷയം അല്ലേ? വിപിൻ പറഞ്ഞെന്താണ്? യേശു ക്രിസ്തു ജനിച്ചു, പാവത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നു, വളർന്നു, വലുതായി, പിന്നെ അതിനല്ലേ ആരംഭിച്ചത്. മാനവരക്ഷയ്ക്ക് വേണ്ടി ജീവനെ കൊടുത്തൊക്കെ ഈ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന കാര്യം. ഞങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ക്രൂശിക്കുന്നത്. ഇവിടെ ഞാനൊരു വിഷയം തന്നു, യേശു ക്രിസ്തു വീണ്ടും ക്രൂശിക്കപ്പെടും. കേരളത്തിലെ ക്രൈസ്തവ സഭ യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ ക്രൂശിക്കുന്നത് സ്ഥാപിക്കണം, അല്ലെങ്കിൽ ക്രൂശിക്കുന്നില്ല എന്ന് സ്ഥാപിക്കണം. മനസ്സിലായില്ല? ഇത് രണ്ടുമില്ലാതെ യേശു ക്രിസ്തു ജനിച്ചു, വളർന്നു, വലുതായി, കാപ്പി കുടിച്ചു, ഇതൊക്കെയാണല്ലോ. നമ്മുടെ വിഷയം ഇച്ചിരി മാറിപ്പോയി. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ ആസ്പദമാക്കി വേണം നമ്മൾ അവലോകനം ചെയ്യാൻ. യേശു ക്രിസ്തു കഥ മുഖ്യബിന്ദുവാണ് എങ്കിൽ പോലും നമ്മുടെ വിഷയം അതല്ല. നമ്മൾ എങ്ങനെ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? സോ വിപിൻ രാജ് ഗെറ്റ്സ് 5.5 marks. കുറച്ചുകൂടെ പ്രസംഗകലയിൽ വളരാനുണ്ട്. ആദ്യത്തെ പ്രസംഗമല്ല പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പ്രസംഗ പാഠമുണ്ട്, പക്ഷേങ്കിൽ മാറ്റർ വളരെ കുറവാണ്. വിഷയത്തെ ആനലൈസ് ചെയ്യാൻ പൂർണ്ണ കഴിഞ്ഞിട്ടില്ല. പിന്നെയുള്ളത് ജിൻസി ജേവിയാണ്. 1 മിനിറ്റ് കടന്നുപോയി, ആവേശത്തിൽ കടന്നുപോയി. അത് ഞാൻ 1/2 മാർക്ക് കുറയ്ക്കുന്നുള്ളൂ. താങ്കൾക്ക് 8.5 മാർക്കാണ് തന്നിരുന്നത്. പക്ഷേങ്കിൽ ഇനിയുള്ളവർക്കൊരു വാണിംഗ് എന്നുള്ളതിൽ, അല്ലെങ്കിൽ എല്ലാവരും ഇവിടുന്ന് 8-10 മിനിറ്റ് പ്രസംഗിച്ചാൽ എനിക്ക് പോകാൻ പറ്റിയില്ല.
അതുകൊണ്ട് അതിനൊരു പീനലൈസേഷൻ എന്നുള്ളതിന് 1/2 മാർക്ക് കുറയ്ക്കണം, 8 മാർക്ക്. നന്നായിട്ട് വിഷയത്തെ ആസ്പദമാക്കി പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ, സമൂഹത്തിലൊക്കെ കുറച്ചുകൂടെ വിശദീകരിക്കാമായിരുന്നു. അതിനെ ഒന്നും അവസാനത്തെ 1 മിനിറ്റിലാണ് അതൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചൊക്കെ പോയത്. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആരും കേൾക്കണ്ട. വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പുഴുക്കുത്തുകൾ ഒരുപാടാണ്. യേശുക്രിസ്തുവിനെ നമ്മൾ അടിക്കുമ്പോൾ അവൻ്റെ മേൽ അടിക്കുന്ന ഓരോ ആണിയാണ് ഓരോ കാര്യങ്ങൾ. അത് മുഴുവനായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റിയില്ല, പറയണ്ട എന്നുള്ള ധാരണയാണോ? എന്നാൽ പറഞ്ഞിരുന്നു വരുന്നില്ല, പറയും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് പറയേണ്ട ആദ്യത്തെ ആ 1.5 മിനിറ്റിൽ കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പറയാമായിരുന്നു. ജിൻസി പറയാൻ ആരംഭിച്ചത് അവസാനത്തെ 2.5 മിനിറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റിലാണ് അത് പറയുന്നത്. അതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാഞ്ഞത്. നമ്മളൊരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ 3 ഭാഗമുണ്ട്. അവതരണം, വിഷയം ഒന്ന് അവതരിപ്പിക്കുക, പിന്നീട് അതിൻ്റെ മുഖ്യമായിട്ടുള്ള ന്യൂക്ലിയസ് എന്താണ് നമ്മൾ പറയുന്നത്, നമ്മൾ കാണുന്ന വിഷയത്തിനെ അവലോചിച്ചത്. മൂന്നാമത് അതിൻ്റെ ഒരു മറുപടി, ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ പരിഹരിക്കാൻ കഴിയും. നമ്മൾ പരിഹാരം വന്നപ്പോഴത്തേക്കും മണി 2 അടിച്ചു കഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ല, 8 മാർക്സ് ഗെറ്റ്. നല്ല പ്രസംഗ കലയുണ്ട്, ഭാവമുണ്ട്, ഭാഷ്യമുണ്ട്, എല്ലാം ഉണ്ട്, അക്സയ്ക്കുമുണ്ട്. പക്ഷേ കൂടുതൽ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്യണമായിരുന്നു. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. Bible Count 2020. The Christian Walk Bible is not a bookshelf Bible. The Christian Walk Bible has been designed by Brother Dr. Matthews Vergas under the guidance and inspiration of the Holy Spirit. The features of the Christian Walk Bible, the superior quality of the paper used, makes it not only compact but lighter as well. Pentatonic color tone is fascinating enough to entreat anyone to have a look at the contents. Visual accommodation and reading comfort. Fonts were chosen after a thorough research, and interlinear spaces were increased to facilitate both easy browsing and soulful reading of the Word. The Christian Walk Bible has a fabulous, multicolored cover. It portrays the heaven, the earth, and the seas as depicted in the creation as seen in the very first verses of the Bible. The footprints on the sandy shores remind us of the footsteps of our Lord and Savior Jesus Christ, who walked upon the earth and laid down his life to redeem us. The key features of the Christian Walk Bible on fasting prayer have been presented on art paper with a splendid multicolor design which makes it easily identifiable and accessible. The Christian Walk Bible encourages and nourishes believers in their walk with Christ, bringing different perspectives to this through a variety of different features. Let us journey through the Christian Walk Bible and discover the treasures our Lord has provided for us through Brother Dr. Matthews Vergas. The Christian Walk Bible to lead you to a life of holiness through fasting prayer and to enlighten, encourage, and empower your walk with Christ. Bible Count 2020. 3 പേരുടെ മാർക്കുകൾ തന്നു കഴിഞ്ഞു. പ്ലീസ് ഗിവ് മി ദ സ്കോർ കാർഡ്. Yes, Aksaraju gets 38 marks. First prize. Jinsi 29 മാർക്ക്. Vipin Raj 8 മാർക്ക്. ഈ മാർക്കുകൾ ഈ റൗണ്ടിലെ ഫസ്റ്റ്, സെക്കൻഡും തേർഡും അല്ല മാനദണ്ഡം. നമ്മുടെ മൊത്തം ഈ റൗണ്ടിൽ, അതായത് കർമ്മേൽ റൗണ്ടിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്നവരിൽ നിന്ന് ഒരു നിശ്ചിത സ്ലാബ് അനുസരിച്ചാണ് അടുത്ത
റൗണ്ടിലേക്ക്, ബഥേൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. റൈറ്റ്? സോ ബി ഹാപ്പി. ആർ യു ഹാപ്പി? പ്രസംഗത്തിൻ്റെ അവലോകനം ശരിയാണോ ജിൻസി? എന്തെങ്കിലും അഭിപ്രായമുണ്ടോ അതിനെക്കുറിച്ച്? അരമാർക്ക് കുറഞ്ഞാൽ വിഷമമുണ്ടോ? അരമാർക്കല്ല, അതിൽ കുറയ്ക്കണം. പിന്നെ എന്തായാലും ഇവിടുത്തെ ഒരു വേദി വരുമ്പോഴത്തേക്കും കൂടുതൽ കുറയ്ക്കണമെന്ന് വിചാരിച്ചു. അക്സായിക്കോ? ഹാപ്പിയാണ്. വെരി ഗുഡ്. ഇവന് ഹാപ്പിനെസ് ഉണ്ടോ? കുറഞ്ഞു പോയിട്ടില്ല. താങ്ക് യു വെരി മച്ച്. യെസ്, വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. പ്ലീസ് കം. ഫസ്റ്റ് പ്രൈസ് അക്സ ടി രാജു. കൺഗ്രാറ്റുലേഷൻസ്. യെസ് ജിൻസി, പരാതിയില്ലല്ലോ. യെസ് വിപിൻ, പ്രസംഗിച്ചവരോടൊന്നും പഠിച്ചു പോകാനോ ഭാവമുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് മാത്യു തരകൻ, ലൈല മാത്യു ആൻഡ് എലിജ മാത്യു തരകൻ, കുവൈറ്റ്. ബൈബിൾ ക്രൗൺ 2020. ദി ലീന റീസ ഫാമിലി dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God.